ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മോമോസാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ന് ഇഫ്താർ സ്പെഷ്യലിന് ആയിട്ട് നമ്മൾ ചിക്കൻ മോമോസ് കേട്ടോ. അപ്പോൾ ഇത് 250 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തുള്ളത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഹാഫ് സവാള പൊടിയായിട്ട് അരിഞ്ഞത്, മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, സ്പ്രിംഗ് ഓണിയന്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി അതും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഇത്രയും മെയിനായിട്ട് നമുക്ക് ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇതാണ്. ഇനി നമുക്കിതാ ആ മീറ്റ് ഉണ്ടല്ലോ, ചിക്കൻ്റെ മീറ്റ്, അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ല ബ്രസ്റ്റ് പീസ് മാത്രമാണ്. അപ്പോൾ അത് നല്ല കൊത്തി അരിഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊക്കെ അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഈ വെജിറ്റബിൾ ഈ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ടും തോന്നാറുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊക്കെ അരച്ചെടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് സോയാ സോസ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, നിങ്ങൾക്ക് എരിവ് എത്ര വേണോ അതിനനുസരിച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ചിക്കൻ മോമോസിനുള്ള ഫില്ലിങ് ഞാൻ റെഡിയാക്കുന്നത്. പിന്നെ ഇതുപോലെ സ്പ്രിംഗ് ഓണിയനും ഇതൊന്നും കിട്ടാത്തവർക്ക് നാട്ടിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്, എന്നാലും കിട്ടാറുണ്ട്. ഇല്ലെങ്കിൽ നല്ലപോലെ ഓണിയനും പിന്നെ മല്ലിയിലൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതാ മൈദ ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ചെടുത്തതാണ്. അതിങ്ങനെ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം. എന്നിട്ടിത് പൂരിൻ്റെ പോലെ കുഞ്ഞു പൂരികളെ പോലെയായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഉപ്പും വെള്ളം മാത്രം ചേർത്തിട്ടാണ് ഈ മൈദ കുഴച്ചെടുത്തിട്ടുള്ളത്. മറ്റൊന്നും ചേർക്കാറില്ല, സാദാ വെള്ളം, ഉപ്പ്. എന്നിട്ട് ഇതുപോലെ ചെറിയ പൂരിയായിട്ട് പരത്തിയിട്ട് നടുക്കുക. ഇതുപോലെ ഫില്ലിങ് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഫോൾഡ് ചെയ്തെടുക്കാം. നമുക്ക് എന്ത് ആകൃതിയിലാണ് ഇഷ്ടം അതുപോലെ. ഇപ്പം എനിക്ക് ഈ ഒരു ഷേപ്പാണ് അധികം ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ഇത് ഫോൾഡ് ചെയ്യുന്നത് അറിയാമെന്ന് വിചാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരുപാട് തവണ മോമോസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് അറിയാത്തവർ ഒന്ന് വേണമെങ്കിൽ അതിൽ പോയി നോക്കാം. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതങ്ങനെ ഇതുപോലെ ഞൊറിഞ്ഞെടുത്താൽ മതി. ഇങ്ങനെ സൈഡിലൊക്കെ ഒരു ഭാഗം കാണാൻ നല്ല ഭംഗിയില്ലേ. എനിക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ ഈ ഒരു ഷേപ്പ്. ഇനി നമുക്കൊരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇത് സ്റ്റീം ചെയ്തിട്ടാണ് എടുക്കുന്നത്. വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ മോമോസ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം കേട്ടോ. 15 മിനിറ്റ് ആകുമ്പോൾ ഈ ചിക്കൻ മോമോസ് റെഡിയാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി, ഇഫ്താർ സ്പെഷ്യൽ ചിക്കൻ മോമോസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ താങ്ക് യു, ടേക്ക് കെയർ, ബൈ.